ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കേക്കര പഞ്ചായത്ത് പരിധിയിലെ കുര്യാപ്പള്ളി പാലത്തിന് സമീപത്തായാണ്. നിങ്ങളിപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പുഴക്ക് കുറുകെ ബണ്ട് കെട്ടി അടച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ബണ്ട് കെട്ടി അടച്ചിരിക്കുന്നതിനാൽ വടക്കേക്കര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാലവർഷം ശക്തമാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബണ്ട് പൊട്ടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു ദുരവസ്ഥ ഒഴിവാക്കാമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ ഒരു 10-30 വീട് 40 വീടോളം ഈ വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഈ NH വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വഞ്ചികളൊക്കെ പോയിരുന്ന തോടിന്റെ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഈ അവസ്ഥയിൽ ഇതിപ്പോ അവരുടെ വാഹനങ്ങൾ പോകാൻ വേണ്ടി ഇവിടെ റോഡ് ഉണ്ടാക്കിക്കണം നികത്തി. ഈ ബണ്ട് ഇവിടെ കെട്ടിയിരിക്കണത് അവരത് പൊട്ടിച്ച് വെള്ളം തുറന്നു വിട്ടാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് ഇപ്പൊ ഒരു 2 ദിവസമായിട്ടുള്ള ശരിക്കും മഴ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഈ 2 മഴയ്ക്കാണ് ഈ ഇത്രയും വെള്ളം. തുടർന്ന് ഇത് ആഴ്ചകളോളം നീണ്ടു നിന്നാലും ചിലപ്പോ പല വീടുകളും വെള്ളത്തിന് അടിയിലാവാനുള്ള സാധ്യതയാണ് ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ മഴ പെയ്ത സ്ഥിതിക്ക് ഇപ്പൊ ഈ പടിഞ്ഞാറ് ഈ NH പടിഞ്ഞാറ് സൈഡിലുള്ള വീട്ടുകാരുണ്ട്, കുറച്ചൊരു 10-12 വീട്ടുകാർ അവിടെ ഉണ്ട്. അവർക്ക് ഇപ്പുറത്തേക്ക് പോരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോ അവരുടെ വീടുകളിൽ ചെളി വെള്ളമാണ് കുത്തി ഒലിച്ചിറങ്ങി ചെല്ലണത്. അപ്പൊ അതുകൊണ്ടും ഈ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെയാണ് ഇപ്പൊ ഈ വെള്ളത്തിന്റെ ഇതും നമ്മൾ കാണുന്നത്. ചുറ്റും വെള്ളത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു അനുഭവമാണ്. ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾക്ക് തോടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തോട്ടിൽ കൂടി പോകാവുന്നതല്ലേ പോകുള്ളൂ. തടസ്സം നിൽക്കല്ലേ, തടസ്സം മാറ്റിയാൽ വെള്ളം അല്ലെങ്കിൽ ഇന്നത്തേനോട് പോകും. അല്ലാണ്ട് എവിടെ പോയാൽ എല്ലായിടത്തും അവസ്ഥ തന്നെയല്ലേ. എങ്ങോട്ട് പോകാനാണ് എല്ലാ സാധനങ്ങളും കെട്ടി വലിച്ച് വെള്ളത്തിൽ കൂടി. ഞങ്ങൾ മലവെള്ളം വന്നിട്ട് ഇത്ര അനുഭവിച്ചില്ല, ഇതാദ്യമായിട്ട് അനുഭവിക്കുന്നതാണ്. അത് ഈ തോടുകളെല്ലാം അടച്ചു വെച്ചാൽ ഇത്രയും വെള്ളക്കെട്ട് വിടാൻ സാധ്യത വന്നാൽ ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ മഴയ്ക്ക് മുന്നേ ഇതെല്ലാം റെഡിയാക്കേണ്ട കാര്യങ്ങളായിരുന്നു. അവരതിന് മുൻകൈ എടുത്തില്ല. ഇപ്പൊ എല്ലാ ജനങ്ങളും വെള്ളത്തിലായിരിക്കണം. എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥ ഞങ്ങൾക്ക് എല്ലാം അങ്കലാപ്പിലാണ്. അത്രയിൽ പെയ്ത് മഴയിൽ നേരം വെളുത്ത് നോക്കിയപ്പോൾ മൊത്തത്തിൽ വെള്ളമുള്ള മൊത്തം വീടുകളെല്ലാം വെള്ളത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്.